ലോകം മൊത്തം സ്വാതന്ത്ര്യമുള്ള ലോകം മൊത്തം സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും മതപരമായും രാഷ്ട്രീയപരമായും അടിമത്തം നിലനിൽക്കുന്ന, അടിമത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. എങ്കിലും സ്വാതന്ത്ര്യമുള്ളതാണ്. സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ടാണ് ഈ അയർലൻഡിൽ നമ്മുടെ ഇന്ത്യക്കാരനെ ഓടിച്ചിട്ട് അടിക്കുന്നത്, അവർക്ക് ജീവിക്കാൻ പറ്റണല്ലോ എന്നൊക്കെ പറഞ്ഞു. അതിന് കാരണം ഉണ്ടോ? നിങ്ങള് ഇവിടെ ആ ബംഗാളികളെയും മറ്റേ ഈ നമ്മുടെ ബീഹാറുകാരെയൊക്കെ എന്തിനാ തല്ലിയത് കഴിഞ്ഞ ദിവസം? അവരിവിടെ കിടന്ന് എന്താ അലമ്പായിരുന്നടാ. അപ്പൊ പിന്നെ മലയാളികളെ നമ്മൾ നോക്കിയിരുന്നു നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചെയ്യുമ്പോ. ഈ ചിന്തയാണ് അവിടെ അയർലൻഡിലുള്ള മനുഷ്യന്മാർക്കുള്ളത്. അവരുടെ നാട്ടിൽ ചെന്ന് അതായത് സബ്വേയിലും അവിടെ എവിടെയും കയറി പ്രശ്നം ഉണ്ടാക്കി, ട്രെയിനിൽ നാടോടി നൃത്തവും തിരുവാതിരയും കളിച്ച്, നടു റോഡിൽ ചെണ്ടയും കൊട്ടി, മഹാബലിയെ എഴുന്നള്ളിച്ച് കൊടിയും പിടിച്ച് നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. നിങ്ങളെ ഇവിടുന്ന് പഠിക്കാനെന്നുള്ള പേര് പിള്ളേർ ചെല്ലാൻ തുടങ്ങിയപ്പോഴാണ് മണ്ടത്തരം കാണിക്കുന്നത്. ഇവിടെ ഒന്നാമതേ ബുദ്ധി വളർച്ച ഇല്ലാത്തത് നിങ്ങളാണ്. അവന്റെ സ്വത്തൊക്കെ പണയപ്പെടുത്തിയിട്ടാണ് ഇവർ ഇവിടുന്ന് പഠിക്കാനെന്ന് പറഞ്ഞ ആ നാട്ടിൽ ചെല്ലുന്നത്. എന്നിട്ട് അവിടെ PR എടുത്ത് താമസിക്കാനാണ് നോക്കുന്നത്. എല്ലാവരും അങ്ങനെ. ഇത് അസഹനീയമായതുകൊണ്ടാണ് ഇപ്പൊ പിള്ളേരെടുത്ത് പറയുന്നത് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ പഠിച്ചോണം, അത് കഴിഞ്ഞാൽ നാട് വിട്ടോളാൻ പറഞ്ഞത്. നമ്മള് ട്രംപിന്റെ പല നിയമങ്ങളും നമുക്ക് വിഷമം തോന്നുമെങ്കിലും പുള്ളിയുടെ രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് ആ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഈ നമ്മുടെ ഇവിടുന്ന് വേണം കുറച്ച് പേരല്ലേ പ്രശ്നം ഉണ്ടാക്കണേ. ഇതിലെ ബുദ്ധി വളർച്ച ഇല്ലാത്ത കുറെ എണ്ണത്തെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കി ലോൺ എടുത്ത് അങ്ങോട്ട് അയച്ചേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും, ഇപ്പൊ നാളെ ഈ ടീമെല്ലാം നമുക്കെതിരെ തിരിഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കുക, അവനൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ടത്. മനസ്സിലായല്ലോ? ശരിയാണ്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ അഡ്മിഷൻ കിട്ടാത്തവന്മാരാണ് അവിടെ പോയിട്ട് പൈസ കൊടുത്ത് പഠിക്കുന്നത്. അത് ഓർക്കുക. അത് ശരിയാണ്. മറ്റേ കുഞ്ഞപ്പഞ്ചാന്റെ മോനൊക്കെ അങ്ങനെ പോയി. അവന് +2 എന്താ കിട്ടിയത്? ഇവിടെ കഷ്ടിച്ച് ജയിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. ഇല്ല. അങ്ങനെ വന്നപ്പോഴാണല്ലോ വിദേശത്ത് പോയി പഠിക്കാന്ന് പറഞ്ഞാൽ അവൻ വിട്ടത്. എന്നിട്ട് അവൻ അവിടെ കിടന്ന് കാണിക്കുന്നത് എന്താണ്? അതാണ് അവന്റെ ചില പിള്ളേര് അങ്ങനെ ചെയ്തത് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. നല്ല രീതിയിൽ നിൽക്കണം. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ കുഞ്ഞപ്പഞ്ചാട്ടന്റെ അടുത്ത് പറഞ്ഞു, കിഡ്നി 2 വിൽക്കാൻ റെഡിയാക്കിക്കോ, മോന്റെ കയ്യിലിരിപ്പ് ശരിയാണെങ്കിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കിടന്ന് ഈ ലോൺ അടയ്ക്കാൻ ഓടുന്ന നമ്മൾ കാണുന്നു. അതെ, മോനിത് വല്ല അറിയണോ? അതുകൊണ്ട് ഇനി ഒരു സ്വാതന്ത്ര്യ സമരം. നമ്മളിപ്പോ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിലായതുകൊണ്ട്. മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മളെപ്പോഴും 2ാം കിട പൗരന്മാരാണ്. മനസ്സിലാക്കിയോ? 2ാം കിട പൗരന്മാരാണ്. നമ്മള് അവരുടെ നാട്ടിൽ ചെന്ന് പണിയെടുത്ത് പൈസ ഇങ്ങോട്ട് അയക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? ബംഗാളി ഇവിടെ വന്ന് പൈസ ഉണ്ടാക്കി കേരളത്തിലെ പൈസ ബംഗാളിലേക്ക് അയക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഇല്ലേ? അതേ കോൺസെപ്റ്റ് ആണ് അവിടെയുള്ള ആൾക്കാർക്കും ഉള്ളത്. നാളെ മോന്തയടച്ച് കിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണാഘോഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ആയിക്കോ, അത് നിങ്ങളുടെ മുറിക്കകത്തിരുന്ന് ചെയ്യേ. പുറത്തിറങ്ങി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റാണ്ടാവും. മാന്യമായി ജീവിക്കുന്നവർക്ക് പോലും പ്രശ്നമാണ്. ഇതിന്റെ പേരിൽ ഏത് രീതിയിൽ നിങ്ങൾ പ്രതികരിച്ചാലും ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, ഇവന്മാർക്ക് 10 പേരുടെ ഇടയിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ അറിയത്തില്ല. കാരണം തൊട്ടടുത്ത് നിൽക്കുന്നയാളുടെ പ്രൈവസിയിൽ കയറാൻ പാടില്ല. എന്തായാലും നമുക്ക് നോക്കാം, അടുത്തൊരു 5 വർഷം കൊണ്ട് ഒരു കനേഡിയൻ സ്വാതന്ത്ര്യ സമരം, ഒരു അയർലൻഡ് സ്വാതന്ത്ര്യ സമരമൊക്കെ നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വായിക്കാൻ പറ്റും. അപ്പം നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ കുടിയേറിയ ഇന്ത്യക്കാരെ ആ രാജ്യത്ത് നിന്ന് ഒഴിപ്പിച്ച് അവിടുത്തെ സംസ്കാരവും അവിടുത്തെ സമ്പത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. എല്ലാവരും ചോട്ടി പുറത്താക്കും. മാന്യന്മാരായ ആൾക്കാർക്ക് പോലും ഇനി നിൽക്കാൻ പറ്റാണ്ട് വരുന്നത്. അതാണ് പ്രശ്നം. ഇപ്പോഴേ പല രാജ്യങ്ങളിൽ ചെന്നാൽ ഇന്ത്യക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ റൂം തരില്ല. പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല ഹോട്ടലുകളിൽ. കാരണം അവന്റെ കയ്യിലിരിപ്പതാ. നാണം കെടുക രാജ്യം. കുറച്ച് പേര് ആദ്യം സ്കൂളുകളിൽ മര്യാദ പഠിപ്പിക്കണം. മനസ്സിലായോ? മറ്റേ ടൈയും കോട്ടും മറ്റേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിയമങ്ങൾ പാലിക്കാനും പഠിപ്പിക്കും. അതാണ് മര്യാദ പഠിപ്പിക്കണം. അതിന് കാരണം ഉണ്ടെന്നേ, ഭരിക്കുന്നവന്മാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും നിയമം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കും. അവർ ആ മര്യാദ കാണിക്കണം. അത് അവന്മാർക്കല്ല. പിന്നെ സാധാരണക്കാരൻ വിചാരിക്കുന്നത് എന്താ? അത് വളരെ